സയൻസ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നോക്കി ഇന്ന് വന്നിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ ഓണം എക്സാം ആണല്ലേ നാളെ. അപ്പോൾ നോക്കി ഓണം എക്സാമിനായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഫുള്ള് കാണാം. അകപ്പാടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുള്ളൂ. കാരണം പാർട്ട് 1ഉം പാർട്ട് 2 നമ്മുടെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ ടീച്ചർ എന്തിട്ടുണ്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ക്വസ്റ്റ്യൻസ് എന്തായാലും കാണാം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അത് കൂടാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ആയിട്ടാണ് ടീച്ചറിന് വന്നിരിക്കുന്നത്. ഇത് ഫുള്ള് കാണാം കേട്ടോ. ഓക്കെ, അതേ സമയമൊന്നും ടീച്ചർ കളയുന്നില്ല. പെട്ടെന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കണം മക്കളെ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രോകാരിയോട്ട്. അതായത് തന്നിരിക്കുന്നതിൽ ഏതാണ് പ്രോകാരിയോട്ട് അല്ലാത്ത ജീവികൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താണ് പ്രോകാരിയോട്ട് യൂകാരിയോട്ട് എന്നുള്ളത് അല്ലേ. ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളെ പ്രോകാരിയോട്ട് എന്നും ന്യൂക്ലിയസ് ഉള്ള ജീവികളെ നമ്മൾ എന്താ പറയാ മക്കളെ, യൂകാരിയോട്ട് എന്നാണ് നമ്മൾ പറയാ. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് മക്കളെ. അതിന്റെ ആൻസർ എന്താണ് വരുന്നത്? ഏതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? അമീബയാണ് അല്ലേ. അമീബയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് അമീബ മാത്രമാണ് എന്ത് പ്രോകാരിയോട്ട് അല്ലാത്തത്. ബാക്കി 3 ഓർഗാനിസം എന്താണ് പ്രോകാരിയോട്ട് ആണ് അല്ലേ. അപ്പൊ അമീബ എന്ന് വെച്ചാൽ ആരായിരിക്കും മക്കളെ? ഇറ്റ് ഈസ് യൂകാരിയോട്ട്. അമീബ എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? യൂകാരിയോട്ട് ആണ്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Name the cell organelle covered by the characteristic membrane called tonoplast. ടോണോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള സെൽ ഓർഗനൽ ഏതാണ്? ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന കവർ ചെയ്തിട്ടുള്ള സെൽ ഓർഗനൽ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കവിടെ ഓപ്ഷൻസ് എന്താണുണ്ട്? ഏതൊക്കെയാണ് മക്കളെ? മൈറ്റോകോൺട്രിയ, ഗോൾജി കോംപ്ലക്സ്, വാക്യൂൾ, ക്ലോറോപ്ലാസ്റ്റ്. ഇതിനകത്ത് ഏതിനാണ് മക്കളെ നമ്മൾ ടോണോപ്ലാസ്റ്റ് എന്നുള്ള കവറിങ് കാണപ്പെടാറുള്ളത്? വേറെ ആർക്കും അല്ല, നമ്മുടെ വാക്യൂളിനാണ് അല്ലേ. വാക്യൂളിനെ ചുറ്റിപ്പറ്റി കാണുന്ന ആ മെംബ്രെയിനെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ടോണോപ്ലാസ്റ്റ്. ഓക്കെ, ഇവരെല്ലാവരെയും എന്ത് ചെയ്യുക, ക്യാരക്ടേഴ്സും ഫങ്ഷൻസും നിർബന്ധമായിട്ടും പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് എക്സാമിന് പോകാൻ. ഓക്കെ, ഇതിന്റെ ഫിഗർ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം മക്കളെ? എക്സാമിന് കിട്ടണം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ ടീച്ചർ എന്ത് ജസ്റ്റ് കാണിച്ചല്ലാതെ കണ്ടോ, ഇതേപോലെയും ഇത് എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഐഡന്റിഫൈ ദ സെൽ ഓർഗനൽ, റൈറ്റ് ഇറ്റ്സ് നെയിം ആൻഡ് ഫീച്ചേഴ്സ്. ഏതൊക്കെയാ സെൽ ഓർഗനൽ മനസ്സിലായില്ലേ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ് ആണ് തന്നിരിക്കുന്നത്. പേരുകൾ കിട്ടി. ഇനി അതിന്റെ ഫംഗ്ഷൻ എഴുതാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചേക്കുന്നത്. ഫംഗ്ഷൻ അല്ല, ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഏത് വേണേലും എഴുതാം. അതേസമയം ഫംഗ്ഷൻ ആണ് ചോദിക്കണമെങ്കിൽ അതിന്റെ ധർമ്മം അല്ലെങ്കിൽ ഫംഗ്ഷൻ തന്നെ എന്ത് ചെയ്യണം, എഴുതാം. ഓക്കെ, നമുക്കറിയാം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് എന്താണ്? സൈറ്റോസ്കെൽട്ടൻ എന്നറിയപ്പെടുന്ന ഒരാളാണ്. അതേപോലെ തന്നെ ഇയാളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ആണ്. ഇതാണ് എന്റെ ഫംഗ്ഷൻ, കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ്. ഓക്കെ, കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ്. ഗോൾജി കോംപ്ലക്സ് ആണ് നമുക്കറിയാം. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സെൽ സെക്രീഷൻസിനെ കാണാനായിട്ട് പറ്റും അല്ലേ. ഹോർമോൺ, എൻസൈംസ്, അങ്ങനെ പല പല ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗോൾജി കോംപ്ലക്സിൽ കാണാനായിട്ട് പറ്റും. അതേപോലെ നമ്മുടെ സെല്ലുകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് ഗോൾജി കോംപ്ലക്സ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ അതും കൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതേപോലെയും ചോദിക്കും. ഇതേപോലെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നോക്കിയ മക്കളെ, ഒന്ന് വായിച്ചു നോക്കിയ ക്വസ്റ്റ്യൻ എന്താണ്? A student observed the cross section of a root only after adjusting the concave mirror of a compound microscope. അതായത് ഒരു മൈക്രോസ്കോപ്പിന്റെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണല്ലേ. മൈക്രോസ്കോപ്പിന്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ. ഒരു കുട്ടി അല്ലെങ്കിൽ ഏതൊരാളും ആയിക്കോട്ടെ, നമ്മളൊരു സാധനത്തിനെ ഒബ്സർവ് ചെയ്യാൻ നേരത്തെ നമ്മൾ ഫസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കുള്ളൂ? അതിൻ്റെ കോൺകേവ് മിറർ ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ മിറർ ആയിരിക്കും എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്തിനാണ് മക്കളെ നമ്മൾ ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഒരു മൈക്രോസ്കോപ്പിൽ മിറർ എന്ന് പറയുന്ന സാധനം നമ്മൾ എന്തിനു വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നത്? നമുക്കറിയാലേ, ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് മിററിന്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ നമ്മൾ എന്താ എഴുതേണ്ടത് മക്കളെ? ടു അഡ്ജസ്റ്റ് അല്ലെങ്കിൽ ടു റിഫ്ലക്ട് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യാനാണ് നമ്മൾ സാധാരണ എന്ത് വെക്കുന്നത്? മിറർ വെക്കാറ് അല്ലേ. നമ്മളോട് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ഒരു കുട്ടി റൂട്ടിന്റെ ക്രോസ് സെക്ഷൻ ഒബ്സർവ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? കോൺകേവ് മിറർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയാം. അതേപോലെ തന്നെ ടീച്ചർ ചോദ്യം ചോദിക്കട്ടെ മക്കളെ, നമ്മുടെ മൈക്രോസ്കോപ്പിൽ കാണുന്ന മിററുകൾ ഏതൊക്കെയാ? 2 ടൈപ്പ് മിററാണ് ഒരു മൈക്രോസ്കോപ്പിൽ ഉണ്ടാവുക അല്ലേ. ഏതൊക്കെ മിററാണ് മക്കളെ? ഒന്ന് കോൺകേവ് മിററും അതേപോലെ തന്നെ രണ്ടാമത്തെ ഏതാണ് മക്കളെ? പ്ലെയിൻ മിററും ആണ് കേട്ടോ. 2 മിററുകളാണ് ഒരു മൈക്രോസ്കോപ്പിന് ഉണ്ടാവുക. ഏതൊക്കെയാണ് മക്കളെ? അത് കോൺകേവും പ്ലെയിനും. അതും കൂടി എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ, അതിൻ്റെ ആ ഒരു ഡെഫിനിഷൻ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. What may be the reason that the student adjusted the concave mirror
കുട്ടി കോൺകേവ് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് മക്കളെ കോൺകേവ് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാരണം? ടീച്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ദ കോൺകേവ് മിറർ ഈസ് അഡ്ജസ്റ്റഡ് ടു റിഫ്ലക്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റ്. അതായത് ആർട്ടിഫിഷ്യൽ ലൈറ്റ്, അതായത് നമ്മുടെ വീട്ടിലായാലും സ്കൂളിലായാലും നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ലൈറ്റ് എന്ന് വെച്ചാൽ ട്യൂബ് ലൈറ്റുകൾ അതായിരിക്കും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്യൂബ് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാനാണ് നമ്മൾ ഏത് മിറർ യൂസ് ചെയ്യാറ്? ഈ പറഞ്ഞ കോൺകേവ് മിറർ യൂസ് ചെയ്യാറ്. ഓക്കെ, ട്യൂബ് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന മിററാണ് മക്കൾ ഏത്? കോൺകേവ് മിറർ. ആ ട്യൂബ് ലൈറ്റിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ആർട്ടിഫിഷ്യൽ ലൈറ്റ്. ഓക്കെ, അങ്ങനെ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ഇൻ വിച്ച് സിറ്റുവേഷൻ വി ഹാവ് ടു അഡ്ജസ്റ്റ് ദ പ്ലെയിൻ മിറർ? ഏത് സമയങ്ങളിലാണ് നമ്മൾ പ്ലെയിൻ മിറർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചേക്കണം. ഏത് സമയങ്ങളായിരിക്കും മക്കളെ? കോൺകേവ് മിറർ ആർട്ടിഫിഷ്യൽ ലൈറ്റിനാണെങ്കിൽ പ്ലെയിൻ മിറർ എപ്പോഴും എന്തിനായിരിക്കുള്ളൂ? സൺലൈറ്റ് റിഫ്ലക്ട് ചെയ്യാനായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ പുറത്തുള്ളൊരു സ്ഥലത്താണ്, അല്ലെങ്കിൽ സ്കൂളിന് പുറത്തോ അല്ലെങ്കിൽ വീടിന് പുറത്തോ ഒക്കെയാണ് നമ്മൾ ഈ സാധനം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, മൈക്രോസ്കോപ്പ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് യൂസ് ചെയ്യുള്ളൂ? പ്ലെയിൻ മിറർ ആയിരിക്കും യൂസ് ചെയ്യുക. കാരണം നമുക്ക് അവിടെ ഒരുപാട് സൺലൈറ്റ് കിട്ടുന്നുണ്ട്. അതേസമയം ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു റൂമിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്തായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യേണ്ടാവുക? കോൺകേവ് മിറർ ആയിരിക്കും അഡ്ജസ്റ്റ് ചെയ്യേണ്ടാവുക. കാരണം അവിടെ സൺലൈറ്റിൻ്റെ അളവ് എപ്പോഴും എന്തായിരിക്കുള്ളൂ? കുറവായിരിക്കും. കാരണം മനസ്സിലായില്ലേ മക്കളെ? അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇതൊക്കെ വേണ്ടവരൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ആൻസറും സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കാം. ഒരു മിററിൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും എത്ര മിററുകൾ ഉണ്ടാവും? അല്ല, എത്ര മിററുകളാണ് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഉണ്ടാവുക? 2 മിററാണ് കേട്ടോ. ഒന്ന് പ്ലെയിനും അതേപോലെ തന്നെ 2 ഏതാണ് മക്കളെ? കോൺകേവ് കേട്ടോ. കോൺവെക്സ് അല്ല, കോൺകേവ് ആണ് കേട്ടോ. അതേപോലെ തന്നെ എപ്പോഴും ഒരു മിററിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കുള്ളൂ? ടു റിഫ്ലക്ട് ലൈറ്റ്. ഓക്കെ, ടു റിഫ്ലക്ട് ലൈറ്റ്. അതും കൂടെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുക. എന്താ പറഞ്ഞേക്കുന്നേ? എ കൺസെപ്റ്റ് മാപ്പ് ഓഫ് പ്ലാസ്റ്റിഡ് ഈസ് ഗിവൺ. പ്ലാസ്റ്റിഡ് നമുക്കറിയാമല്ലേ, നമുക്ക് ചെടികളിൽ കാണുന്ന ഒരു സെൽ ഓർഗനിലാണ് ആരെന്ന് പറഞ്ഞത്? പ്ലാസ്റ്റിഡ് എന്ന് പറഞ്ഞത് അല്ലേ. ചെടികളിൽ മാത്രം കാണുള്ളൂ. ഓക്കെ, കംപ്ലീറ്റ് ഇറ്റ് സ്യൂട്ടബിളി. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മാപ്പാണ് തന്നിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പ്ലാസ്റ്റിഡ് നടുവിൽ കൊടുത്തിട്ടുണ്ട്. അതിനെ 3 ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എ, ക്ലോറോപ്ലാസ്റ്റ്, ബി. നോക്കിയാൽ മക്കളെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡയഗ്രാം വരയ്ക്കാൻ നിൽക്കണ്ട. നമുക്ക് ഓൾറെഡി അവിടെ എന്താണുണ്ട്? എ, ബി, സി, ഡി എന്താന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡയഗ്രാം വരച്ച സമയങ്ങളായി നിൽക്കണ്ട. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ആ എ ബി സി ഇങ്ങനെ എടുത്ത് എഴുതാം, അതിന്റെ ആൻസേഴ്സ് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എഴുതാലോ. എന്ന് പറഞ്ഞ മക്കളെ, എ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ക്ലോറോപ്ലാസ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരണ്ടാവുക? നോക്കിയേ, എ എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല മക്കളെ, ഇത് ക്രോമോപ്ലാസ്റ്റ്. ആരായിരിക്കും അത്? ക്രോമോപ്ലാസ്റ്റ്. എന്തുകൊണ്ടാണ് ഇവിടെ ക്രോമോപ്ലാസ്റ്റിന് എഴുതാനുള്ള കാരണം? എന്താണ് മക്കളെ അവിടെ ക്രോമോപ്ലാസ്റ്റിന് എഴുതാനുള്ള കാരണം? കാരണം വേറൊന്നുമല്ലടാ, ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് 3 ആൾക്കാർ വരുന്നുണ്ട്. ഈ 3 ആൾക്കാർ പിഗ്മെന്റ്സ് ആണ്. ഈ പിഗ്മെന്റ്സ് വരുന്ന ആർക്ക് മാത്രമായിരിക്കുള്ളൂ? ക്രോമോപ്ലാസ്റ്റിന് മാത്രമായിരിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ എ എന്ന് പറഞ്ഞ എന്ത് എഴുതിയിട്ടുണ്ട്? ക്രോമോപ്ലാസ്റ്റ്. സ്പെല്ലിംഗ് നോക്കണം കേട്ടോ. ക്രോമോപ്ലാസ്റ്റ്. ഓക്കെ, എഴുതി. ഇനി രണ്ടാമത് വരുന്ന ഏതാണ് മക്കളെ? ക്ലോറോപ്ലാസ്റ്റിന് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്, അതുകൊണ്ടൊന്നും ചെയ്യാനില്ല. ഓക്കെ, ബി. ബി എന്ന് പറഞ്ഞതായിരിക്കുള്ളൂ ക്രോമോപ്ലാസ്റ്റും ക്ലോറോപ്ലാസ്റ്റും കഴിഞ്ഞാൽ ആകപ്പാടെ ഒരാളെ വരുന്നുള്ളൂ. അതാരാണ് മക്കളെ? ല്യൂക്കോപ്ലാസ്റ്റ്. ആരാണത്? ല്യൂക്കോപ്ലാസ്റ്റ്. ഓക്കെ അല്ലേ? ഇത് അവിടെ എഴുതിയിട്ടുണ്ട് ല്യൂക്കോപ്ലാസ്റ്റ്. ഇനി നോക്കിയാൽ അതോടുകൂടെ ആ ഒരു ഡയഗ്രം കഴിഞ്ഞോ? ഇല്ല അല്ലേ. നമുക്ക് ഇനി അവിടെ എന്ത് ചെയ്യാണ്ട്? 2 എണ്ണം ഫില്ല് ചെയ്യാണ്ട്, സിയും ഡിയും. ഓക്കെ, ആ പിഗ്മെന്റ്സ് ആണ് ഏതാണല്ലോ ഒരാളെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി, സാന്തോഫിൽ. ബാക്കി വരുന്ന 2 പിഗ്മെന്റ്സ് ഏതാണെന്ന് എഴുതിയാൽ പോരെ. ഏതാണെന്ന്? ഒന്ന് കരോട്ടിനും 2 ആന്തോസയാനിൻ. ആരാണ് മക്കളുടെ? ആന്തോസയാനിൻ. ഓക്കെ, ടീച്ചറുടെ ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? പോവാനായിട്ട്. ഓക്കെ, അടുത്ത ഡയഗ്രാമിലോട്ട്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ് അവിടെ തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിന്റെ ബേസിസിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കണേ? ആൻസർ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഒരു ബോക്സിൽ എന്തൊക്കെയാണ്? ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസം ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ. ഒരു ഓർഗാനിസത്തിന്റെ ബോഡി ഉണ്ടാക്കിയില്ല എന്തുകൊണ്ടാണ് മക്കളെ? സെല്ല് കൊണ്ടാണെന്നാണ് പറയുന്നത്. സെൽ ആസ് എ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ യൂണിറ്റ് ഓഫ് ഓൾ ഓർഗാനിസം. എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞപ്പോഴത്തേക്കുള്ളൂ സെല്ലായിരിക്കുള്ളൂ. ഓക്കെ, ഇനി എ ക്വസ്റ്റ്യൻ വായിച്ചോ. അപ്പൊ തന്നെ മനസ്സിലായില്ലേ? ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഏതാ സാധനം എന്നുള്ളത്. ഓക്കെ, ആ എ ക്വസ്റ്റ്യൻ കൂടി വായിച്ച മക്കൾ എന്താണ് അതിനകത്ത്? ബൈ വിച്ച് നെയിം ആർ ദീസ് ഫൈൻഡിങ്സ് സമ്മറൈസ്ഡ്. അതായത് ഏത് പേരിലാണ് ഈ പോയിന്റ്സിനെ അറിയപ്പെടുന്നത്? ഏത് പേരിലാണ് മക്കളെ അറിയപ്പെടുന്നത്? ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഏതാണ് പേര്? സെൽ തിയറി. ഓക്കെ, ഇനി
നെയിം ദ സയന്റിസ്റ്റ് ഹു സമ്മറൈസ്ഡ് ദിസ് തിയറി. ഏത് സയന്റിസ്റ്റുകളാണ് ഈ തിയറി കണ്ടുപിടിച്ചിരിക്കുന്നത്? അതും നമുക്ക് അറിയാവുന്ന ആൻസർ ആണല്ലോ. ഏതൊക്കെയാണ് മക്കളെ? MJ Schleiden, തിയോഡർ ഷ്വാനും. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാണ്ട് നോക്കാം പരമാവധി കേട്ടോ. ഓക്കെ, അടുത്ത എന്താ മക്കളെ? റൈറ്റ് എനി 2 ഫങ്ഷൻസ് പെർഫോംഡ് ബൈ സെൽ. സെല്ലിൽ ഉണ്ടാകുന്ന 3 ഫങ്ഷൻസ്, 3 ഉണ്ട്, പക്ഷെ അത് ഏതെങ്കിലും 2 എഴുതാനാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ടീച്ചർ 2 എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസും റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്. അതായത് റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജേംസിനെ, നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്ന അണുക്കളെ നശിപ്പിക്കുക, അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്ത് നിർത്താം. അതേപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും ന്യൂട്രിയൻസിൽ നിന്നും എനർജി ഉണ്ടാക്കാം. അത് കൂടാതെ വേറൊരെണ്ണം കൂടി ഉണ്ട്, ബയോമോളിക്യൂൾസിനെ സിന്തസൈസ് ചെയ്യാന്നുള്ളതും കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, ഏതെങ്കിലും ഒരു 2 പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ ഗിവൺ പാർട്ട് ഓഫ് ദ സെൽ. അതായത് നമുക്ക് നോക്കിയാൽ ഇവിടെ സെല്ലിന്റെ കുറച്ച് ഭാഗങ്ങളാണ് ഈ ഓപ്ഷൻസ് ആയിട്ട് തന്നേക്കുന്നത്. അതിനെ നോക്കിയിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്താണ് പറഞ്ഞേക്കുന്നത്? വിച്ച് ആർ ദ സെൽ ഓർഗനൽസ് ഫൗണ്ട് ഓൺലി ഇൻ പ്ലാന്റ് സെൽ. ഇത് നോക്കിയ മക്കളെ, ഓൺലി ഇൻ പ്ലാന്റ് സെൽ എന്ന് വെച്ചാൽ പ്ലാന്റ് സെല്ലിൽ മാത്രം. അവരൊരിക്കലും എവിടെ കാണാൻ പാടില്ല? ആനിമൽ സെല്ലിൽ കാണാൻ പാടില്ല. പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്ന ആൾക്കാരായിരിക്കാന്നാണ് ചോദിച്ചേക്കണേ. അപ്പൊ അവരെവിടെ കാണാൻ പാടില്ല? ആനിമൽ സെല്ലിൽ കാണാനേ പാടില്ല. ഏതൊക്കെ ആൾക്കാരായിരിക്കും മക്കളെ? ഒന്ന് പറഞ്ഞേടാ മക്കളെ. ഒന്ന് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് പ്ലാന്റ് സെല്ലിൽ മാത്രമാണ് ഉള്ളത്? അല്ല അല്ലേ, ഇവിടെ നമുക്ക് എവിടെയും കാണാം, ആനിമൽ സെല്ല് കാണാനും പറ്റും. അതുകൊണ്ട് അയാളല്ല. രണ്ടാമത് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് ആണോ? അതെ, ക്ലോറോപ്ലാസ്റ്റ് അതെ. കാരണം ക്ലോറോപ്ലാസ്റ്റ് നമുക്ക് എവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ? നമ്മുടെ പ്ലാന്റ് സെല്ല് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് സെൻട്രോസോം. സെൻട്രോസോം പ്ലാന്റ് സെല്ലുണ്ടോ? അയാൾ അതിനകത്ത് ഇല്ലേ ഇല്ല. അപ്പൊ അതല്ല. അടുത്തത് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ പ്ലാന്റ് സെല്ല് ഉണ്ട്, പക്ഷെ അയാൾ എവിടെയും കൂടി കാണാൻ പറ്റും? ആനിമൽ സെല്ലും കൂടി ഉണ്ട്. അതുകൊണ്ട് അതല്ല. അടുത്തത് ലൈസോസോം. അത് പ്ലാന്റ് സെല്ല് ഉണ്ടോ? ഇല്ല അല്ലേ, അയാളില്ല. ഓക്കെ, വാക്യൂൾ ഉണ്ടോ? അയാൾ നമുക്ക് എവിടെ കാണാൻ പറ്റുള്ളൂ മക്കളെ? പ്ലാന്റ് സെല്ല് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അയാൾ ഒരിക്കലും എവിടെ ഉണ്ടാവില്ല? ആനിമൽ സെല്ല് ഉണ്ടാവില്ല. അടുത്ത സെൽ വാൾ ഉണ്ടോ? അയാളെ നമുക്ക് എവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ? പ്ലാന്റ് സെല്ല് മാത്രമേ കാണാൻ പറ്റൂ, ആനിമൽ സെല്ല് ഇല്ല. മൈറ്റോകോൺട്രിയോൺ. അയാൾ പ്ലാന്റ് സെല്ലിൽ ഉണ്ട്, പക്ഷെ അയാൾ എവിടെയും കൂടി കാണാൻ പറ്റും? ആനിമൽ സെല്ലും കൂടി കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് അയാൾ അല്ല. അപ്പൊ നോക്കിയേ, ഏതൊക്കെ ആൾക്കാരെ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത്? 3 ആൾക്കാരാണ് അല്ലേ? ഏതൊക്കെയാന്ന് പറഞ്ഞ മക്കളെ? നമുക്കിവിടെ ആൻസർ ആയിട്ട് എഴുതാം. റെഡ് കളറിൽ തന്നെ ടീച്ചർ എഴുതാൻ പോവാണ് കേട്ടോ. നോക്കി, ഓൾറെഡി ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി എടുത്ത് എഴുതാം. ഓക്കെ, ഏതൊക്കെയാണ്? ക്ലോറോപ്ലാസ്റ്റ്, വാക്യൂള്, സെൽ വാൾ. ഓക്കെ, കിട്ടിയില്ലേ? ഓക്കെ, എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം, ABC ക്വസ്റ്റ്യൻ നമ്പർ ഒന്നും ഇടാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയാൽ മക്കളെ, ഫൗണ്ട് ഓൺലി ഇൻ ആനിമൽ സെൽ. ആനിമൽ സെല്ല് മാത്രമേ കാണാൻ പാടുള്ളൂ. അയാൾ എവിടെ കാണാൻ പാടില്ല? പ്ലാന്റ് സെല്ല് കാണാൻ പാടില്ല. ഏതൊക്കെയായിരിക്കും മക്കളെന്ന് പറഞ്ഞേടാ. ടീച്ചർ ഒന്നുകൂടി അതൊക്കെ ഒന്ന് വായിക്കണേ. അയാൾ നമുക്ക് ബ്ലൂ കളർ കൊണ്ട് തന്നെ എന്ത് ചെയ്യാം? വരയ്ക്കാം. ഓക്കെ, പറഞ്ഞ മക്കളെ. ന്യൂക്ലിയസ് ആനിമൽ സെല്ല് മാത്രമാണോ? അല്ല, അയാളെ പ്ലാന്റ് സെല്ലും കൂടി കാണാൻ പറ്റും. അപ്പൊ അതല്ല. സെൻട്രോസോം, ഇയാൾ മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ, ആനിമൽ സെല്ല് മാത്രമേ കാണാൻ പറ്റുള്ളൂ. സെൽ മെംബ്രെയിൻ അല്ല. ലൈസോസോം ആണ്, ആനിമൽ സെല്ല് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, മൈറ്റോകോൺട്രിയോൺ അല്ല, കാരണം അയാൾ എവിടെയും കാണാം? പ്ലാന്റ് സെല്ലിൽ കാണാം. അപ്പൊ ആകപ്പാട് 2 പേരുള്ള ആരൊക്കെയാണ് മക്കളെ? സെൻട്രോസോം അല്ല, ഇവിടെയുണ്ട് സെൻട്രോസോമും ലൈസോസോമും. ഫുള്ളായിട്ട് എഴുതണം കേട്ടോ. ഓക്കെ, മൂന്നാമത് എന്താ ചോദിച്ചത്? വിച്ച് ആർ ദ സെൽ ഓർഗനൽ ഫൗണ്ട് ബോത്ത് ഇൻ പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽ. രണ്ടിടത്തും കാണുന്നവർ എഴുതണം. എഴുതുമ്പോൾ ഇവരാരും വിടൂല. ബാക്കി വരുന്ന ആൾക്കാരായിരിക്കുക? ന്യൂക്ലിയസ്, സെൽ മെംബ്രെയിൻ, മൈറ്റോകോൺട്രിയ. ഓക്കെ, അത് ടീച്ചർ ഇവിടെ എഴുതിയിട്ട്. ഓക്കെ അല്ലേടാ മക്കളെ? അപ്പൊ ഇത് വായിച്ചു നോക്കിയിട്ട് കൃത്യമായിട്ട് വായിക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് മാത്രം എഴുതാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലുമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. എന്താ പറഞ്ഞേക്കുന്നത്? അതൊക്കെ ഒരു ഇല്ലുസ്ട്രേഷൻ തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, സ്റ്റെം സെൽസ് നേരെ ഇട്ടേക്കുന്ന ഡാഷ് ആണ്, നേരെ ഇട്ടേക്കുന്ന ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെൽസ്. ഇതാണ് ഇല്ലുസ്ട്രേഷൻ തന്നേക്കുന്നത്. വാട്ട് ഈസ് ദ പ്രോസസ് ദാറ്റ് ഇൻഡിക്കേറ്റ് 1? ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്ന പ്രോസസ് ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചാലോ മക്കളെ? സ്റ്റെം സെല്ലിനെ എന്തോ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സെൽസ് ആക്കി മാറ്റേണ്ട സാധനമാണ് ഒന്ന്. ഏതായിരിക്കും അത്? സ്റ്റെം സെല്ലിനെ മറ്റുള്ള സെൽസ് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരേ ഒരു പ്രോസസ്സേ ഉള്ളൂ. അതാണ് മക്കളെ എന്ത്? സെൽ ഡിഫറൻഷിയേഷൻ. ഏത് പ്രോസസ് ആണ് മക്കളെ അത്? സെൽ ഡിഫറൻഷിയേഷൻ. സെൽ ഡിഫറൻഷിയേഷൻ ഉണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് സെല്ലിനെ മറ്റുള്ള ടൈപ്പ് ഓഫ് സെൽസ് ആക്കി മാറ്റാനായിട്ട് പറ്റും.
ഓക്കെ അല്ലേ? അടുത്ത വയ്ക്കുക മക്കളെ, വൈ ഈ സ്റ്റെം സെൽ റിസർച്ച് ഗെയിനിങ് ഇമ്പോർട്ടൻസ്? എന്തുകൊണ്ടാണ് സ്റ്റെം സെല്ലിന് ഇത്ര അധികം ഇമ്പോർട്ടൻസ് കിട്ടുന്നത്? എന്തുകൊണ്ടാണ് മക്കൾ ഇത്ര അധികം ഇമ്പോർട്ടൻസ് കിട്ടാനുള്ള കാരണം വേറെ ഒന്നുമല്ല. ഇതൊക്കെ അവിടെ ടീച്ചർ ആൻസർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതിന് പല അസുഖങ്ങൾക്കും ഇതേവരെ ഒരു ടൈം വരെ എന്താ പറയുക ചികിത്സ ഇല്ലാത്ത പല അസുഖങ്ങളും മിറാക്കുലസ് ചേഞ്ചസ് വരുത്താനായിട്ട് സ്റ്റെം സെല്ലിന് പറ്റിയിട്ടുണ്ട്. ഏതൊക്കെയാണ് മക്കളെ അസുഖങ്ങൾ? ഒന്ന് ബ്ലഡ് ക്യാൻസർ, ഡയബറ്റീസ്, പാർക്കിൻസൺസ്. ഈ 3 അസുഖങ്ങളിലും അതേപോലെ ഒരുപാട് അസുഖങ്ങളുണ്ട് കേട്ടോ. ഇതിനകത്തൊക്കെ മിറാക്കുലസ് അത്ഭുതകരമായ ചേഞ്ചസ് വരുത്താൻ ആർക്ക് പറ്റിയിട്ടുണ്ട്? സ്റ്റെം സെല്ലിന് പറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇൻ ദ മാനുഫാക്ചർ ഓഫ് ആർട്ടിഫിഷ്യൽ ഓർഗൻസ് ഉണ്ടാക്കുന്നതിലും ഇയാൾക്ക് ഈ സ്റ്റെം സെല്ലിന് പല മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്റ്റെം സെല്ലിന് എന്തായിട്ട് അറിയപ്പെടുന്നത്? ഇത് ഇപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻസ് നേടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പൊ ഈ ഒരു ഇമ്പോർട്ടൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും പഠിച്ചു വെക്കാം കേട്ടോ. എന്തായാലും ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ് സ്റ്റെം സെല്ലിന്റെ ഭാഗത്ത് നിന്ന്. ഓക്കെ, പഠിച്ചു വെക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ്. ഇതും ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞേക്കുന്നത്? ക്ലോറോഫിൽ, ക്ലോറോപ്ലാസ്റ്റ്, സാന്തോഫിൽ, കാരോട്ടിൻ. സിമ്പിൾ അല്ലേ? പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ. ഏതാണ് മക്കളെ ഓഡ് വൺ ആയിട്ട് വരുന്നത്? ക്ലോറോപ്ലാസ്റ്റ് ആണല്ലേ? ക്ലോറോപ്ലാസ്റ്റ് ഇസ് ഓഡ് വൺ. അപ്പൊ ഇതിന് ആൻസർ എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്ന ടീച്ചർ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുള്ളത്. ദ ഓഡ് വൺ ഈസ്, ക്വസ്റ്റ്യൻ നമ്പർ ഇടണം കേട്ടോ, മറക്കരുത്. ദ ഓഡ് വൺ ഈസ് ക്ലോറോപ്ലാസ്റ്റ്. എന്നിട്ട് എന്ത് എഴുതണം? ഇവിടെ നിർത്താൻ പാടുണ്ടോ? ഇല്ല. അതേഴ്സ് ആർ എന്താണ് മക്കളെ? ബാക്കിയുള്ളവരെല്ലാം ക്ലോറോഫിൽ, സാന്തോഫിൽ, കാരോട്ടിൻ. ഞാൻ ഓൾറെഡി പറഞ്ഞ നേരത്തെ എന്താണ് അതൊക്കെ? പിഗ്മെന്റ്സ് ആണ്. അതേഴ്സ് ആർ പിഗ്മെന്റ്സ്. ഓക്കെ അല്ലേ മക്കളെ പറഞ്ഞത്? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോ നമ്മുടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന് മുൻപുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആദ്യത്തെ 2 വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ടീച്ചറിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ അതേപോലെ തന്നെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തും തരാം. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതാം. വെരി ഓൾ ദി ബെസ്റ്റ്.